കാർ ലൊക്കേഷൻ്റെ പുതിയൊരു കിടുക്കാച്ചി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൈലേജിനെ എങ്ങനെ ചെക്ക് ചെയ്യാം, നമ്മുടെ വണ്ടിയുടെ മൈലേജ് കൂടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നമുക്ക് വീട്ടിൽ എണ്ണിയിട്ടിട്ട് എന്തൊക്കെയാണ് നോക്കാൻ പറ്റുക, അതെങ്ങനെയാണ് നോക്കണതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണേ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതൊരു ബലീനോ വണ്ടിയുടെ എൻജിൻ റൂമാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ എയർ ഫിൽറ്റർ എങ്ങനെ അഴിക്കാം, എങ്ങനെ ക്ലീൻ ചെയ്ത് തിരിച്ച് കയറ്റാമെന്നാണ്. ഇതിന് 2 ക്ലിപ്പുകളാണ് വരുന്നത്. അപ്പോൾ അതഴിക്കുക, ഈ ഓസ് പിടിക്കുക, അതിനുശേഷം അത് പൊന്തിക്കുക, നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എയർ ഫിൽറ്റർ എടുക്കാൻ കിട്ടും. എന്നിട്ട് ക്ലീൻ ചെയ്യുക ചെയ്യേണ്ടത്. ഞാൻ എന്തായാലും അതൊന്ന് അഴിച്ച് കാണിച്ചു തരാം. അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ്, ഇതിൻ്റെ അടിയിലാണ് സ്പാർക്ക് പ്ലഗ് വരുന്നത്. ഇത് SDLA ഓയിലാണ്. ഈ 4 എണ്ണം ഇതിൻ്റെ ഉള്ളിലാണ് ഓരോ സിലിണ്ടറിലും ഓരോ സ്പാർക്ക് പ്ലഗ് വരാം. നമ്മൾ ഈ 10-ൻ്റെ ബോൾട്ട് അഴിച്ച് ഈ കണക്ടർ പിടിച്ച് ഇത് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പ്ലഗ് എടുത്ത് ചെയ്യേണ്ടത്. അതും അഴിച്ച് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ആ ഇൻടേക്ക് ഭാഗത്ത് വരുന്ന ഓസ് പിടിക്കുക. അതിനുശേഷം ഞാൻ ആ നേരത്തെ കാണിച്ച 2 ക്ലിപ്പും റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ എയർ ഫിൽറ്റർ എടുക്കാൻ കിട്ടും. ഇതിൻ്റെ എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്ററാണ്, ഡേറ്റിംഗ് കണ്ടീഷനൊന്നും ആയിട്ടില്ല. ഇത് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എയർ അടിച്ചിട്ടോ, അതായത് ഒരു ബ്ലോവർ അല്ലെങ്കിൽ ഒരു വാക്വം മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചത് പിടിപ്പിക്കാൻ പറ്റും. എന്തായാലും ഞാനത് തിരിച്ച് റീഫിക്സ് ചെയ്യുകയാണ്, കാരണം ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഓൾറെഡി ഇത് നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതെന്തായാലും റീഫിക്സ് ചെയ്യുകയാണ്. അതേ പൊസിഷനിൽ തന്നെ അത് വെക്കുക. അത് കഴിഞ്ഞിട്ട് അത് കറക്റ്റ് സീറ്റിംഗ് ആക്കിയിട്ട് ആ 2 ലോക്ക് ഇട്ടതിന് ശേഷം ആ ഇൻടേക്കിൻ്റെ ആ പൈപ്പ് കൂടി എടുത്ത് കൊടുക്കുക. ഇതാണ് എയർ ഫിൽറ്റർ അഴിച്ച് ഫിക്സ് ചെയ്യേണ്ട രീതി. നമുക്ക് സ്പാർക്ക് പ്ലഗ് അഴിക്കുന്നത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് ഡിസ്കണക്ട് ചെയ്യണം. ഒരു 10-ൻ്റെ സ്പാനർ വെച്ചിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചാൽ മതി. അത് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലഗ് അഴിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഓരോ നമ്മുടെ കോയിൽമേക്കും ഓരോ കണക്ടർ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് പ്രസ് ചെയ്ത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കണക്ടർ റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ 4 കണക്ടറും നമ്മൾ റിമൂവ് ചെയ്തു. ഇനി അതിന് ശേഷം നമുക്ക് ആ 10-ൻ്റെ ബോൾട്ടാണ് റിമൂവ് ചെയ്യേണ്ടത്. അത് നമ്മളൊരു 10-ൻ്റെ ടീയോ അല്ലെങ്കിൽ സ്പാനറോ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണോ കൈകാര്യം ചെയ്യാൻ എളുപ്പം അത് വെച്ചിട്ട് നേരെ ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെ തിരിച്ച് അത് റിമൂവ് ചെയ്യുക. ഞാൻ തൽക്കാലം ഒരെണ്ണം അഴിച്ച് കാണിക്കണുള്ളൂ. അപ്പോൾ നമുക്ക് അത് ആ കോയിൽ വന്നിട്ട് പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലാണ് പ്ലഗ് ഇരിക്കുന്നത്. അത് അതിൻ്റെ ഒരു പ്ലഗ് അഴിക്കാനുള്ളൊരു ടൂളുണ്ട്. അതിട്ടിട്ട് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഫുള്ള് ലൂസാക്കുക. അത് ആദ്യത്തെ ഒരു പിടുത്തം മാത്രമേ ടൈറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ തിരിച്ച് ലൂസ് ചെയ്യാൻ പറ്റും ഇടത്തോട്ട് തിരിച്ച് കഴിഞ്ഞാൽ. എന്തായാലും ഞാനത് അഴിക്കട്ടെ. ഫുള്ളായിട്ട് ലൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ അഴിച്ചെടുത്ത ആ കോയിൽ വെച്ചിട്ട് തന്നെ അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് മാപ്പോട്ട് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ പ്ലഗ് ഇങ്ങോട്ട് കിട്ടും. ഇത് ഫുള്ളായിട്ട് അഴിഞ്ഞ് പോകുന്നില്ല കേട്ടോ. ഒന്നുകൂടി ഒന്ന് ഇടത്തോട്ട് തിരിക്കട്ടെ. കുറച്ചുകൂടി ഫുള്ളായിട്ട് ലൂസായതിന് ശേഷം വേണം അത് ഇടാൻ കേട്ടോ. അത് ഇട്ടിട്ട് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലഗ് ഇങ്ങോട്ട് കിട്ടും. പ്ലഗ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലഗിൻ്റെ കണ്ടീഷൻ നോക്കുക എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ ആ ടിപ്പ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ കാർബണിൻ്റെ ഡെപ്പോസിറ്റൊക്കെ ഉണ്ടാവും. അതുപോലെ ഈ പ്ലഗിൻ്റെ ഗ്യാപ്പ് കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കണം. കൃത്യം കറക്റ്റ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. കൃത്യം ഗ്യാപ്പാണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഗ്യാപ്പിൽ നോക്കുക. അതുപോലെ അവിടെ ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് പിടിപ്പിക്കണം. ഞാൻ എന്തായാലും ഇത് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് കയറ്റുന്ന കാണിച്ചു തരാം, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോവും. ഇത് ഞാനിപ്പോൾ ഓൾറെഡി ക്ലീൻ ചെയ്തു. അപ്പോൾ ഞാനത് തിരിച്ച് പിടിപ്പിക്കാൻ പോവാണ്. നമ്മൾ ആ കോയിൽമ തന്നെ അത് അറ്റത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ ആ ഹോളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു 2-3 ത്രെഡ് റൈറ്റിലേക്ക് തിരിച്ചു കൊടുക്കണം. ജസ്റ്റ് ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മളത് ആ കോയിൽ വലിച്ച് മേലോട്ട് എടുക്കുക. അതിനുശേഷം ടൂളിട്ട് നമുക്കത് റീടൈറ്റ് ചെയ്യാൻ പറ്റും. ടൈറ്റ് ചെയ്യുമ്പോൾ വല്ലാണ്ട് ഓവർ ടൈറ്റ് ചെയ്യരുത്. അഴിച്ചെടുത്ത് ഏകദേശം ടൈറ്റ് ഒന്ന് മനസ്സിൽ വെച്ചോളണം. ഏകദേശം ആ ഒരു ടൈറ്റിൽ തന്നെ അവിടെ കൊണ്ടുപോയിട്ട് മുട്ടിച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്യണം കേട്ടോ.